മലയാള സിനിമയിൽ റിവ്യൂവേഴ്സ് സിനിമകളെ നശിപ്പിക്കുന്നു എന്ന് പലരും പറയാറുണ്ട്. ഇതിനെക്കുറിച്ച് പല ചർച്ചകൾ എപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു വിവാദം, അംഗം അട്ടഹാസം എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ റിവ്യൂവേഴ്സിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. നിങ്ങൾ പലരും ചിലപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം അതിലെ നായകൻ മാധവ് സുരേഷും അതിൻ്റെ നിർമ്മാതാവും അനിൽ, അദ്ദേഹം ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. ആ പ്രസ് മീറ്റിൽ അവർ വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്ന്, ഒരു റിവ്യൂവർ അശ്വന്ത് കോക്ക്, പലർക്കും അറിയുന്നുണ്ടോ, അദ്ദേഹം നെഗറ്റീവ് റിവ്യൂ പറയാതിരിക്കാൻ 1,00,000 രൂപ ചോദിച്ചു. അത് കൊടുക്കാത്തത് കൊണ്ട് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു എന്നുള്ളതാണ്. ആ പ്രസ് മീറ്റ് ഒരുപാട് കാര്യങ്ങൾ ആ പ്രസ് മീറ്റിൽ ഇവർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് ഈ നിർമ്മാതാവിൻ്റെ. ഏകദേശം 4 കോടി രൂപ 4 കോടി 50 ലക്ഷം രൂപയാണ് ആ ഒരു സിനിമയുടെ ബഡ്ജറ്റ്. അപ്പോൾ ഇവർ പറഞ്ഞ ഈ സിനിമയുടെ റിലീസിനോടനുബന്ധിച്ചിട്ട് ഇവർ ബുക്ക് മൈ ഷോയിൽ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ എറണാകുളത്ത് വനിതാ തിയേറ്ററിൽ രാവിലെ ബുക്കിംഗ് ഷോന് എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു, ഇവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അന്ന് ബുക്കിംഗ് ഷോ ക്യാൻസൽ എന്തോ കുറച്ച്, അതായത് ആ ഒരു ബുക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് സംഭവിച്ചു. അത് പക്ഷേ തിയേറ്ററുകാർ അറിഞ്ഞുകൊണ്ട്, തിയേറ്റർ മാനേജ്മെന്റ് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അവിടെ മുതൽ ഒരു പ്രശ്നം തുടങ്ങുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ റിവ്യൂസ് സിനിമ ഇറങ്ങിയ ശേഷം ഇവർ പറയുന്നത്, റിവ്യൂ പറയാം, അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പറയാം. പക്ഷേ ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സും സസ്പെൻസ് മുഴുവൻ കഥയും ഉൾപ്പെടെയാണ് പല ആളുകൾ പറഞ്ഞത്. ഇവർ പേരെടുത്ത് 2 റിവ്യൂസിൻ്റെ പേരാണ് പറഞ്ഞത്, അശ്വന്ത് കോക്കും അതുപോലെ തന്നെ ഉണ്ണി വ്ളോഗ്സ്. നിങ്ങൾ പലരും അവരുടെയൊക്കെ റിവ്യൂസൊക്കെ കാണുന്നതായിരിക്കും. ഇദ്ദേഹം പറഞ്ഞത്, അശ്വന്ത് കോക്ക് റിവ്യൂ ചെയ്തു, ഏകദേശം 2.5 ലക്ഷം പേര് അത് കണ്ടു. ഈ കണ്ട ആളുകൾ അത് പലർക്കും ഷെയർ ചെയ്യും, പലരോടും ഇതിനെക്കുറിച്ച് പറയും. ഏകദേശം അദ്ദേഹം പറയുന്നത് ഒരു 10 ലക്ഷോളം ആളുകൾ ഈ സിനിമ കാണണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 25 ലക്ഷം പേരിലേക്ക് ഈ റിവ്യൂ എത്തിയിട്ടുണ്ടെങ്കിൽ, അതിലൊരു 10 ലക്ഷം പേര് കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരിത് കാണാതെ ഇരുന്ന് കഴിഞ്ഞാൽ നഷ്ടം ഞങ്ങൾ നിർമ്മാതാക്കൾക്കല്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ സിനിമ വിദേശത്തൊന്നും റിലീസായിട്ടില്ല. പക്ഷെ ഖത്തറിൽ ഇരുന്നു കൊണ്ട് ഒരു റിവ്യൂവർ ഇതേപോലെ തന്നെ ആ ഒരു സിനിമയുടെ കഥയും എല്ലാ കാര്യങ്ങളും പുറത്തു വിട്ടു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു വളരെ മോശം പ്രവണതയല്ലേ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇതിലും മറ്റൊരു കാര്യം, അശ്വന്ത് കോക്ക് ഇതിന് മറുപടിയായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം പറയണത്, നമുക്കറിയാം അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ റിവ്യൂസ് ഒക്കെ കാണുന്നവരൊക്കെ അറിയാം, അദ്ദേഹം ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും മറ്റു കാര്യങ്ങളൊക്കെ വളരെ മോശം തന്നെയാണ്. എനിക്കും അദ്ദേഹത്തിൻ്റെ ഇതൊന്നും ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, ഞാൻ റിവ്യൂ കണ്ട് സിനിമ കാണാൻ പോകുന്ന ഒരു വ്യക്തിയല്ല, പ്രത്യേകിച്ച് ഇതുപോലത്തെ റിവ്യൂസ്. അത് എൻ്റെ ചില പേഴ്സണൽ ഒപ്പീനിയനാണ്. എന്തായാലും അത് വളരെ മോശമായിട്ടും സഭ്യമല്ലാത്ത രീതിയിലാണ് അശ്വന്ത് കോക്ക് ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത്. ആ മറുപടി വീഡിയോയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഞാൻ പൈസ മേടിച്ചിട്ടില്ല, ഞാൻ പൈസ മേടിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രൂഫ് ആയിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയുമ്പോൾ റിവ്യൂവേഴ്സിനെ കുറിച്ചുള്ള പരാതികളൊക്കെ എപ്പോഴും കേൾക്കുന്നത്, റിവ്യൂ ബോംബിംഗ് ഉണ്ട് എന്ന് ഇവിടുത്തെ കോടതി വരെ സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴും ഈ റിവ്യൂവേഴ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഞാൻ അവരെ റിവ്യൂ എന്ന് പറയില്ല. കാരണം ഈ പറയുന്നവർ അവരുടെ അഭിപ്രായങ്ങൾ, ചിലവർ വായിൽ തോന്നിയ അഭിപ്രായങ്ങൾ വിളിച്ച് പറയുക, ഒരു മര്യാദയില്ലാതെ സഭ്യമായ ഭാഷയിൽ അല്ലാതെ പറയുക എന്നുള്ളതേ ഞാൻ പറയുള്ളൂ. പക്ഷെ ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇവരെ ഫോളോ ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ഇവർ കാരണം ഒരു സിനിമ നശിച്ചെന്നോ ആ ഒരു സിനിമ ഭയങ്കരമായിട്ട് ഹിറ്റായെന്നോ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കില്ല. കാരണം ഇവർ വളരെയധികം പൊക്കി പറഞ്ഞ സിനിമകൾ ഇവിടെ ഓടാതിരുന്നിട്ടുണ്ട്. എന്നാൽ ഇവർ വളരെ മോശം പറഞ്ഞ ഭീഷ്മപർവ്വം പോലത്തെ സിനിമകളൊക്കെ ഇവിടെ വളരെയധികം ഓടിയിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ അങ്ങനെ ഉദാഹരണം പറയാം. പക്ഷേ ഇവരെ ഒക്കെ വളർത്തുന്നത് ഇവിടുത്തെ സിനിമാക്കാർ തന്നെയല്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കേണ്ടത്. ഇപ്പോൾ മാധവ് സുരേഷ് പറഞ്ഞ ഒരു കാര്യം, മാധവ് സുരേഷിൻ്റെ വരുന്ന കമൻറ്റുകൾ അടിയിൽ അദ്ദേഹം ഈ റിവ്യൂസിനെ അങ്ങനെ വളരെ ഇതായിട്ടല്ല പറഞ്ഞത്, ഈ നിർമ്മാതാവാണ് പറഞ്ഞത്. മാധവ് സുരേഷ് പറഞ്ഞത്, എൻ്റെ അച്ഛൻ ഒരു രാഷ്ട്രീയക്കാരനാണ്, സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാണ്, BJP മന്ത്രിയാണ്, അതുകൊണ്ട് അച്ഛൻ്റെ രാഷ്ട്രീയ എതിരാളികൾ അല്ലെങ്കിൽ അച്ഛൻ്റെ രാഷ്ട്രീയം ഇഷ്ടമല്ലാത്തവർ എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ വന്ന് എന്നെ ചീത്ത വിളിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടാൽ, ഒരു ഫോട്ടോ ഇടാനിടയിൽ തെറിവിളികൾ വരികയാണ്. അത് അച്ഛനെ പറയുന്നു, അച്ഛനൊരു പബ്ലിക് ഫിഗറാണ്, എന്നെയും പറഞ്ഞോട്ടെ, പക്ഷെ വീട്ടിലിരിക്കുന്ന അമ്മയും സഹോദരിമാരെയും പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് വളരെ ഒരു മോശം പ്രവണതയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഒരു രാഷ്ട്രീയമില്ല, അച്ഛൻ രാഷ്ട്രീയക്കാരനാണ്, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പറല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും അനുകൂലിക്കുന്ന വ്യക്തിയല്ല, ഞാൻ വ്യക്തി ഇഷ്ടപ്പെടുകയും
എൻ്റെ രാജ്യത്തെ ഇഷ്ടപ്പെടുകയും നല്ല നേതാക്കളെ ഇഷ്ടപ്പെടുകയും അവർക്ക് വേണ്ടി വോട്ട് ചെയ്യിക്കുമെന്ന് ചെയ്യുന്ന വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ JSK എന്ന് പറയുന്ന ഒരു സിനിമ, ആ സമയത്തൊക്കെ കുറച്ച് ഇന്റർവ്യൂസിലൊക്കെ ഇതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മാധവ് സുരേഷ് ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം നരേന്ദ്രമോദി വലിയ നല്ലൊരു ലീഡറാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന ലീഡറാണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതും ഒരു മോശം, അദ്ദേഹത്തിനെതിരെ ഒരു മോശം അറ്റാക്ക് വരാൻ കാരണമായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഇവിടെ ഒരു വിഭാഗം ഒരു നരേന്ദ്രമോദിയെ പുകഴ്ത്തി പറഞ്ഞാൽ ചീത്ത വിളിക്കാൻ ഒരു വിഭാഗം, അല്ലെങ്കിൽ പിണറായി വിജയനെ പുകഴ്ത്തി പറഞ്ഞാൽ ചീത്ത വിളിക്കാൻ ഒരു വിഭാഗം. അതൊക്കെ വളരെ മോശം പ്രവണതകൾ തന്നെയാണ്. അപ്പോൾ കമന്റുകൾ ചെയ്യുന്നവർ മാന്യമായിട്ട് കമന്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഈ റിവ്യൂസിനെ കുറിച്ച് പറഞ്ഞത്, കുറച്ച് ദിവസം മുമ്പ് സന്ദീപ് സേനൻ എന്ന പ്രൊഡ്യൂസർ, അദ്ദേഹം സുരേഷ് കുമാർ, മേനക സുരേഷ് കുമാർ എന്ന് പറഞ്ഞാൽ സുരേഷ് കുമാർ പ്രൊഡ്യൂസറുടെ അനന്തരവനാണ്. അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, വിലായത്ത് ബുദ്ധ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അടുത്ത് ഇപ്പോൾ വരാൻ പോകുന്ന ദിലീപിൻ്റെ സിനിമ അദ്ദേഹമാണ് നിർമ്മിക്കുന്നത്. പണ്ട് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത തരുൺമൂർത്തി സംവിധാനം സൗദി വെള്ളയ്ക്ക സിനിമയുടെ ഒരു റിവ്യൂവിൻ്റെ ഒരു ഭാഗം, ഈ പറയുന്ന അശ്വിൻ ഗോക്ക് പറഞ്ഞ ഒരു ഭാഗം എടുത്തിട്ട് അദ്ദേഹം ഷെയർ ചെയ്തത്. അതിൽ അശ്വിൻ ഗോക്ക് വളരെ മോശമായിട്ട് പ്രായമായിട്ടുള്ള അതിലൊരു ആർട്ടിസ്റ്റിനെ കുറിച്ച് അവർക്ക് വയ്യ, ക്ഷീണമാണ് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം അസഭ്യമല്ലാത്ത കുറെ ഭാഷകളൊക്കെ ഈ യശ്വന്ത് ഗോക്ക് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അഭിപ്രായം ഷെയർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ചീഫ് മിനിസ്റ്റർ VD സതീശൻ പ്രായമായിട്ടുള്ളവരെ ബഹുമാനിക്കുന്നതിനെ കുറിച്ചും അവരെ നല്ല രീതിയിൽ അവരെ അഭിസംബോധന ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിൽ അശ്വന്ത് ഗോക്കിനെ വിമർശിച്ചുകൊണ്ടാണ് സന്ദീപ് സേനൻ പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റിന് അടിയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സിനിമാക്കാർ തന്നെയല്ലേ ഈ പറയുന്ന വ്യക്തി സിനിമകളെ പോസിറ്റീവ് പറയുമ്പോൾ അത് ഷെയർ ചെയ്യുന്നതല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, സന്ദീപ് സേനൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല, ചെയ്യിക്കുമില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് കറക്റ്റാണ്. ഇവിടെ മലയാള സിനിമയിലെ പല മുൻനിര നടന്മാരും സംവിധായകരും ഒക്കെ ഈ പറയുന്ന റിവ്യൂവേഴ്സ് അവരുടെ സിനിമകളെ പുകഴ്ത്തി പറയുമ്പോൾ അത് ഷെയർ ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു വിജയ് ബാബു ഒരിക്കൽ വാലാട്ടി എന്ന് പറയുന്ന ഒരു സിനിമ, ആ ഒരു സിനിമയെക്കുറിച്ച് റിവ്യൂവേഴ്സ് പൊക്കി പറഞ്ഞപ്പോൾ അതെല്ലാം ഷെയർ ചെയ്തിരുന്നു. അജു വർഗീസ് എപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ ധ്യാൻ ശ്രീനിവാസ് ഇതുപോലെ തന്നെ അശ്വന്ത് ഗോക്ക് എന്ത് പറഞ്ഞാലും ധ്യാൻ ഒരിക്കലും അദ്ദേഹത്തെ തിരിച്ച് ഒന്നും പറയാറില്ല. നദികൾ സുന്ദരി യമുന എന്നൊരു സിനിമ അശ്വന്ത് ഗോക്കിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ധ്യാൻ പറഞ്ഞത് ഒരു പക്ഷേ അശ്വന്ത് ഗോക്കിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ, പക്ഷേ അശ്വന്ത് ഗോക്ക് പ്രായമായിട്ടുള്ളവർക്കുള്ള, അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്ക് ചിലപ്പോൾ ആ ഒരു സിനിമ ഇഷ്ടപ്പെടും. അതൊരു പ്രായമായിട്ടുള്ളവർക്കുള്ള ഒരു സിനിമയാണ്. ഇപ്പോൾ ഈ പറയുന്ന അട്ടഹാസം എന്ന് പറയുന്ന ഒരു സിനിമയുടെ അവർ പ്രസ് മീറ്റിൽ അശ്വന്ത് ഗോക്കിനെ വിമർശിച്ച് പറഞ്ഞപ്പോൾ അതിനുള്ളൊരു മറുപടിയായി അശ്വന്ത് ഗോക്ക് പറഞ്ഞ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത്, ധ്യാൻ മുത്താണ്, ചങ്കാണ്, ഞാൻ എന്ത് പറഞ്ഞാലും ധ്യാൻ ഇതുവരെ മോശമായിട്ട് എനിക്കെതിരെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ധ്യാനിനെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അശ്വന്ത് ഗോക്കിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടും വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന റിവ്യൂവേഴ്സിനെ, ഇതെൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നത്, ഒന്ന് ഈ റിവ്യൂവേഴ്സിനെ അവരർഹിക്കുന്നതിനപ്പുറത്തോട്ടുള്ള ഒരു പ്രാധാന്യം അവർക്ക് നൽകാതിരിക്കുക. അവർ ഒരു സിനിമയെ പുകഴ്ത്തി പറഞ്ഞാൽ അവരെ ആ ഒരു ക്ലിപ്പ് മാത്രം എടുത്ത് ഷെയർ ചെയ്ത് ഇവരെ മഹത്വവൽക്കരിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇവർ മോശം പറയുകയാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ അശ്വന്ത് ഗോക്ക് പറഞ്ഞ ഒരു റിവ്യൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണെങ്കിൽ അവൻ ഞങ്ങളുടെ സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ തപ്പിപ്പിടിച്ച് കാണാൻ വേറൊരു വിഭാഗമുണ്ട്. അപ്പോൾ അറിയാത്തവർ പോലും അറിയുകയാണ്. അപ്പോൾ ഇവരെ ഒന്നും അറിയിക്കുന്നതിനപ്പുറത്തോട്ട് പ്രാധാന്യമോ ഗൗരവമോ ഇവരുടെ റിവ്യൂസിന് കൊടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അവരവരുടെ അഭിപ്രായം പറയട്ടെ. പക്ഷെ സഭ്യമല്ലാത്ത ഭാഷ അവർ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ രീതിയിൽ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ നിയമപരമായിട്ട് നടപടിയെടുക്കുക. ഇതിനു മുമ്പും മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഈ പറയുന്ന റിവ്യൂവർ അശ്വന്ത് ഗോക്ക് മോശം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ സിയാദ് കോക്കറൊക്കെ വളരെ പൊട്ടിത്തെറിച്ച് അശ്വന്ത് ഗോക്കിനെതിരെ സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ പിന്നീട് ഒന്നും സംഭവിച്ചില്ല. ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്ത് ഷാരിസ് മുഹമ്മദ് എഴുതിയ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയെക്കുറിച്ചും അശ്വന്ത് ഗോക്ക് മോശം പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന് മുമ്പും ഷാരിസ് മുഹമ്മദിനെ കുറിച്ചൊക്കെ ഈ അശ്വന്ത് ഗോക്ക് പല അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ഷാരിസ് മുഹമ്മദ് വളരെ ശുഭിതനായിട്ടൊക്കെ പൊട്ടിത്തെറിച്ചിട്ടൊക്കെ ഉണ്ട്. ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു, അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ കൊണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ചിരി വന്നില്ല, തിയേറ്ററിൽ എല്ലാവരും ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് കാര്യം. ഒരു വിഭാഗം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും, ഒരു വിഭാഗം പ്രേക്ഷകർ ഇഷ്ടപ്പെടാതിരിക്കും. ഇപ്പോൾ ഇതിനിടയ്ക്ക് ബ്രൊമാൻസ് എന്നൊരു സിനിമ അശ്വന്ത് ഗോക്ക് വളരെ പൊക്കി പറയുകയും അതിൽ അഭിനയിച്ച മാത്യുവിനെയും പഴയ മുകേഷിനെ പോലെയൊക്കെ കമ്പയർ ചെയ്ത് അദ്ദേഹം കുറെ ട്രോളുകൾ ഏറ്റുവാങ്ങിയതാണ് ഈ അശ്വന്ത് ഗോക്ക്. അപ്പോൾ അദ്ദേഹത്തിന്റെ റിവ്യൂ ജെന്യുവിൻ അല്ല എന്നും ഒരു വിഭാഗം ആളുകൾ വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെ മൈൻഡ് ചെയ്യാതെ വിടുക. ആരായാലും ഈ റിവ്യൂവേഴ്സ് എന്നൊന്നും ഞാൻ ഇവരെ പറയില്ല, ഞാൻ ഇവരൊക്കെ വായി തോന്നിയത് വിളിച്ച് പറയുന്ന ആളുകളെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇവരെയൊക്കെ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർ സിനിമയെക്കുറിച്ച് അവർ എന്തും പറഞ്ഞോട്ടെ. പക്ഷെ നിങ്ങളെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ നിയമപരമായിട്ടുള്ള നടപടി എടുക്കുക എന്നുള്ളതാണ്.
എന്തായാലും എൻ്റെ അഭിപ്രായം ഇതാണ്. ഈ റിവ്യൂ സിനിമയെ നശിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ചയെക്കുറിച്ച് ഇപ്പോഴൊരു ക്ലാരിറ്റി വ്യക്തമായിട്ട് വന്നിട്ടില്ല. പലരും പല അഭിപ്രായം പറയുന്നുണ്ട്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങളത് പറയുക.